ശലോം സഹോദരങ്ങളെ, ക്രിസ്ത്യാനികളായി ജനിച്ചതുകൊണ്ട് ഞങ്ങൾ എന്തായാലും സ്വർഗത്തിൽ പോകും എന്ന് കരുതിയിരിക്കുന്നവരാണോ നിങ്ങൾ? അതായത് ഞങ്ങൾ ക്രിസ്ത്യാനികളാണ്, എന്നും പള്ളി പോകുന്നുണ്ട്, യഹൂദന്മാർ യേശുവായെ തള്ളി പറഞ്ഞതുകൊണ്ട് ഇനി ഞങ്ങളാണ് ശരിക്കുമുള്ള പുത്രർ, അതുകൊണ്ട് ഞങ്ങൾ എന്തായാലും നിത്യരാജ്യത്തിൽ പ്രവേശിക്കും എന്നുള്ള എന്തെങ്കിലും അബദ്ധധാരണ നിങ്ങൾക്കുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ അവരോട് പറയുകയാണ് എസെക്കിയേൽ 33:25, മാംസം രക്തത്തോടു കൂടെ തിന്നുകയും നിങ്ങളുടെ വിഗ്രഹങ്ങളെ നോക്കി നമസ്കരിക്കുകയും രക്തം ചൊരിയുകയും ചെയ്യുന്ന നിങ്ങൾ ദേശത്തെ കൈവശമാക്കുമോ? നിങ്ങൾ നിങ്ങളുടെ വാളിൽ ആശ്രയിക്കുകയും മ്ലേച്ഛത പ്രവർത്തിക്കുകയും ഓരോരുത്തരും തൻ്റെ കൂട്ടുകാരൻ്റെ ഭാര്യയെ വഷളാക്കുകയും ചെയ്യുന്നു. നിങ്ങൾ ദേശത്തെ കൈവശമാക്കുമോ? ഇതിൽ തൊട്ട് മുൻപായിട്ട് പറയുന്നത് അബ്രാഹം ഏകനല്ലോ, എന്നിട്ട് കൂടി കാനാൻ ദേശം സ്വന്തമാക്കി, എന്നാൽ ഞങ്ങളോ ഒരുപാട് പേരുണ്ടല്ലോ എന്നുള്ള ഒരു വചനഭാഗമാണ് കാണാൻ സാധിക്കുക ഇന്നത്തെ ക്രിസ്ത്യാനികളുടെ ചിന്ത. പക്ഷേ കർത്താവ് അവരോട് പറയുകയാണ്, ശൂന്യസ്ഥലങ്ങളിൽ പാർക്കുന്നവർ വാളുകൊണ്ട് വീഴും. ശൂന്യസ്ഥലങ്ങളിൽ വാളുണ്ടാവാൻ യാതൊരു ചാൻസും ഇല്ല അല്ലേ? പക്ഷെ അവർ വാളുകൊണ്ട് വീഴും. വെളിമ്പ്രദേശത്തുള്ളവരെ ഞാൻ മൃഗങ്ങൾക്ക് ഇരയായി കൊടുക്കും. ഗുഹകളിൽ ഒളിച്ചിരിക്കുന്നവർ മഹാമാരി കൊണ്ട് മരിക്കും. അതിൻ്റെ ബലത്തിൻ്റെ പ്രതാപം നിന്നുപോകും. ഞാൻ ഇപ്രകാരം പ്രവർത്തിക്കുമ്പോൾ ഞാനാണ് കർത്താവെന്ന് അവരറിയും. അതായത് നിങ്ങളിപ്പോൾ അവിടെ ഇവിടെ എന്നൊക്കെ പറഞ്ഞിട്ട് പല പല സ്ഥലങ്ങളിൽ ഓരോ ഭൂകമ്പങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾ, യുദ്ധങ്ങൾ, കഷ്ടകാലങ്ങൾ ഒക്കെ കേൾക്കുമ്പോൾ ഇതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല. ഇത് സിറിയയിലല്ലേ, അല്ലെങ്കിൽ ഇത് ഗാസയിലല്ലേ, എന്താ പറയുക, അല്ലെങ്കിൽ ഇത് അങ്ങനെയല്ല. ഇപ്പം മുസ്ലിം അധിനിവേശങ്ങൾ പിടിച്ചിറക്കിയിരിക്കുന്ന പല പല സ്ഥലങ്ങളത്തെ ഓരോരോ സംഭവങ്ങൾ കേൾക്കുമ്പോൾ നൈജീരിയയിലല്ലേ, അവിടെയല്ലേ, ഇവിടെ നിന്ന് കേൾക്കുമ്പോൾ ഇതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല, ഞാൻ സേഫ് ആണല്ലോ. നമ്മൾ സ്വർഗത്തിൽ പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സ്തുതിയും പറഞ്ഞിരിക്കുന്ന ക്രിസ്ത്യാനികൾ. അപ്പം അവരോടാണ് കർത്താവ് പറയുന്നത്, ഇത് നിങ്ങൾ എത്ര ഒളിച്ചിരുന്നാലും, ഞാൻ സേഫാണെന്ന് വിചാരിച്ചാലും കർത്താവ് നിന്റെ ഹൃദയത്തെ പരിശോധിക്കുന്നു. നിനക്കുള്ള ശിക്ഷ കിട്ടുക തന്നെ ചെയ്യും. അതായത് രാജാവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു, നീ റെഡിയായോ? ഈ ഒരു വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. യുദ്ധങ്ങളെക്കുറിച്ച് കേൾക്കുമ്പോഴും പ്രകൃതി ദുരന്തങ്ങളെക്കുറിച്ച് കേൾക്കുമ്പോഴും മഹാമാരികളെക്കുറിച്ചൊക്കെ കേൾക്കുമ്പോൾ ഓരോരുത്തരും പേടിച്ച്, ആ സമയത്ത് പേടിച്ച് ദൈവത്തിൽ നിന്നുള്ള അരുളപ്പാട് കേൾക്കാനായിട്ട് സംഘം കൂടി വരും. എന്നാൽ ദൈവത്തിൻ്റെ വചനങ്ങളെല്ലാം കേട്ടിട്ടും അവർ അവയെ ചെയ്യുന്നില്ല. അതാണ് ഇന്നത്തെ അവസ്ഥ. എസെക്കിയേൽ 33:32 ദൈവം നമ്മോട് പറയാണ്, വായ്കൊണ്ട് അവർ വളരെ സ്നേഹം കാണിക്കുന്നു, എന്നാൽ ഹൃദയമോ ദുരാഗ്രഹത്തെ പിന്തുടരുന്നു. അവർ ദൈവത്തിൻ്റെ വചനങ്ങൾ മധുരസ്വരമായി കേൾക്കുന്നുവെങ്കിലും ചെയ്യുന്നില്ല എന്ന ദൈവം പറയുന്നേ. സ്വപ്നങ്ങളാണ്, എൻ്റെ മക്കളെ വിദേശത്ത് പഠിപ്പിക്കണം, നല്ല ജോലി ഉണ്ടാക്കണം. ഇന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് നിൽക്കാൻ ആർക്കും ഇഷ്ടമില്ല അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് സ്വപ്നങ്ങളാണ്. വീടുണ്ടാക്കണം, വയസ്സായ അച്ഛനെയോ അമ്മയോ നോക്കാനോ അതിനൊന്നും സമയമില്ല. നമുക്ക് നമ്മുടെ സ്വപ്നങ്ങളായിട്ട് ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. നമ്മുടെ മക്കൾ അങ്ങനെ ആക്കണം, ഇങ്ങനെ ആക്കണം എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ. ഇനി എവിടെയെങ്കിലും കഷ്ടകാലം പെട്ടെന്ന് വരുമ്പോൾ അത് അവിടെയല്ലേ, എനിക്കല്ലല്ലോ എന്നായിരിക്കും പെട്ടെന്ന് ചിന്ത വരിക. ഇനി തൊട്ടടുത്തെങ്ങാനും വന്ന കഷ്ടകാലമാണെങ്കിലോ അപ്പോൾ പെട്ടെന്നൊരു ഭയം വരും നമുക്ക്. വന്നു കഴിഞ്ഞാൽ ഉടനടി ദൈവത്തിൻ്റെ ഇതൊക്കെ കേട്ട് എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്നൊക്കെ ഇതിൽ വരും. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ തദൈവ. അപ്പം അതാണ് കർത്താവ് ഇവിടെ പറയുന്നത്, നിങ്ങൾ ദൈവവചനം കേട്ടിട്ടും അത് ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ എന്താണ് കാര്യമെന്നാണ് ചോദിക്കുന്നത്. കാരണം ഇന്ന് നമ്മളെ മാർഗം നടത്താനായിട്ട്, നമ്മളെ വഴി തെളിയിക്കാനായിട്ട് ആരുമില്ലാത്ത അവസ്ഥയാണ് ഈ അന്ത്യകാലത്ത്. ഏതാണ് വിശ്വസിക്കുക, ഏതാണ് നുണ, ഏതാണ് സത്യം എന്ന് പോലും തിരിച്ചറിയാൻ പറ്റാതിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. എന്താ പറയുക, ഇടയന്മാർ, ആടുകളെ മേയ്ക്കേണ്ട ഇടയന്മാർ ആ ആടിനെ കൊന്നു തിന്നുന്ന ഒരവസ്ഥയാണ്. ഇടയന്മാരോട് കർത്താവ് പറയാണ്, നിങ്ങൾ ആടുകളെ മേയ്ക്കുന്നതിന് പകരം മേധസ് തിന്നുകയും ആട്ടുരോമം ഉടുക്കുകയും തടിച്ചിരിക്കുന്നവയെ അറക്കുകയും ചെയ്യുന്നു.
നിങ്ങൾ ബലഹീനമായതിനെ ശക്തീകരിക്കുകയോ ദീനം പിടിച്ചവയെ ചികിത്സിക്കുകയോ കാണാതെ പോയതിനെ അന്വേഷിക്കുകയോ ചെയ്യാതെ കഠിനതയോടും ക്രൂരന്മാരോടും കൂടെ അല്ലെങ്കിൽ ക്രൂരതയോടും കൂടെ അവരെ ഭരിക്കുന്നു എന്നാ പറയുന്നത്. ഇന്നത്തെ ഇടയന്മാർക്ക് ഭരിക്കാനാണ് ഇഷ്ടം, അല്ലാതെ വഴിതെറ്റിപ്പോയവർ തിരിച്ചു കൊണ്ടുവരാനോ ബലഹീനമായതിന് ശക്തീകരിക്കാനോ അല്ലെങ്കിൽ ദീനം പിടിച്ചവയെ ചികിത്സിക്കാനോ ഇതിനൊന്നും ഇന്നത്തെ ഇടയന്മാർക്ക് സമയമില്ല. അപ്പോൾ കർത്താവ് എന്താണ് ചെയ്യാൻ പോകുന്നത്? ഈ അവസാന കാലത്തിൽ കർത്താവ് സ്വന്തം ആടുകൾ ഇടയന്മാർക്ക് ഇരയാകാതെ ഇരിക്കേണ്ടതിന് കർത്താവ് നേരിട്ടിറങ്ങുകയാണ്. ഇനി ആ നിമിഷങ്ങളിലേക്ക് നമ്മൾ പോണേ. എസെക്കിയേൽ 34:12 ദൈവം പറയാണ്, ഞാൻ തന്നെ എൻ്റെ ആടുകളെ തിരഞ്ഞു നോക്കും, ഞാൻ അവയെ ഇടയൻ്റെ വായിൽ നിന്ന് വിടുവിക്കും, ചിതറിപ്പോയ സകല സ്ഥലങ്ങളിൽ നിന്നും ഞാൻ അവരെ ശേഖരിച്ച് എൻ്റെ ദേശത്തേക്ക് കൊണ്ടുപോകും. അതാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. ഞാൻ തന്നെ വരും എന്നാണ് കർത്താവ് പറയുന്നത്. കാരണം വിശ്വസിച്ച് ഏൽപ്പിച്ചവരെല്ലാം കള്ളന്മാരായിരുന്നു. പിന്നെ എന്ത് ചെയ്യും? അപ്പോൾ ഞാൻ തന്നെ, ദൈവം തന്നെ തിരഞ്ഞ് നഷ്ടപ്പെട്ട ആടിനെ അന്വേഷിച്ചു വരുന്ന ഇടയനാണ് നമ്മുടെ അപ്പൻ. അപ്പോൾ അപ്പൻ തന്നെ വന്ന് ഇടയന്മാരിൽ നിന്നും ആടുകളെ രക്ഷിക്കും. അതുകൊണ്ടാണ് പറയുന്നത് ടുഡേ ഈസ് ദ ഡേ ഓഫ് സാൽവേഷൻ. ഇതാണ് രക്ഷയുടെ ദിവസം. അത് ഞാൻ എപ്പോഴും പറയാറില്ല, നമ്മളിപ്പോൾ നിൽക്കുന്നത് 11:59 അങ്ങനെ ഒരു ടൈമിലാണ്. 12 ആവാൻ പോവാണ്, അതായത് എൻഡ് ആകാൻ പോകുന്നു. ആദ്യമൊക്കെ ശിഷ്യന്മാരെ സുവിശേഷം പ്രസംഗിക്കാനായിട്ട് യേശുവ അയച്ചത് എന്താ പറഞ്ഞത്? നിങ്ങൾ പൊക്കണം എടുക്കണ്ട, നിങ്ങൾ മടിശീല എടുക്കണ്ട, പൊന്നും വെള്ളിയും 2 ഉടുപ്പും ചെരുപ്പും വടിയും ഒന്നും നിങ്ങൾ എടുക്കണ്ട അല്ലേ. എന്നിട്ട് പറഞ്ഞു വേലക്കാരൻ തൻ്റെ ആഹാരത്തിന് യോഗ്യനല്ലോ എന്നാണ് പറഞ്ഞത്. അതാദ്യം സുവിശേഷം പ്രസംഗിക്കാനായിട്ട് യേശുവ ശിഷ്യന്മാരെ അയച്ചപ്പോഴാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞത്. പക്ഷേ അവരോട് പോകാൻ നേരത്ത് ഒരു കാര്യം പറഞ്ഞു, നിങ്ങൾ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ നിഷ്കളങ്കരുമായിരിക്കണം. കാരണം എന്താ? ചെന്നായ്ക്കളുടെ നടുവിലേക്ക് ആടിനെ എന്ന പോലെയാണ് ഞാൻ നിങ്ങളെ അയക്കുന്നതെന്ന് അല്ലേ. അപ്പം എന്താ കർത്താവ് അങ്ങനെ പറഞ്ഞേ? പാമ്പിനെ പോലെ ബുദ്ധി കാണിക്കണമെന്ന്. പാമ്പ് ഇപ്പോഴും നമ്മൾ സാത്താനെ ഉദാഹരിക്കുന്ന ഒരു മൃഗമാണ് അല്ലേ. അപ്പം എന്തുകൊണ്ടാണ് നിങ്ങൾ പാമ്പിനെ പോലെ ബുദ്ധി കാണിക്കണം എന്ന് പറഞ്ഞത്? അതായത് സാത്താൻ്റെ വക്രബുദ്ധി, അതാണ് പാമ്പിന്. അപ്പോൾ ആ വക്രബുദ്ധി വെച്ചിട്ട് നിങ്ങൾ സാത്താനെ തോൽപ്പിക്കണം. അതായത് അന്നത്തെ സുവിശേഷ പ്രഘോഷണം അങ്ങനെ മതിയായിരുന്നു. നിങ്ങൾ പൊക്കണം എടുത്തില്ലേലും, നിങ്ങൾ വടി എടുത്തില്ലേലും, നിങ്ങൾ ചെരുപ്പെടുത്തില്ലേലും നിങ്ങൾക്ക് അതൊക്കെ കിട്ടുമായിരുന്നു. എന്നാൽ ആ ഒരു ചിന്ത വെച്ച് ഇന്ന് സുവിശേഷം പ്രസംഗിക്കാൻ പറ്റില്ലായിരുന്നു. നമുക്ക് പറ്റില്ല. കാരണം എന്താ? അന്ന് നമ്മുടെ കൊതമത് ജനിച്ചിട്ടില്ലായിരുന്നു. ആ സാത്താൻ മതം അന്ന് ഉണ്ടായിരുന്നില്ല. അവൻ്റെ ദൈവത്തിന് വേണ്ടി നിന്നെ ബലിയർപ്പിക്കുന്ന ഒരു കാലമല്ലായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. അന്ന് അവർ മരിച്ചു കഴിഞ്ഞാൽ അവർ ശരിക്കും ദൈവത്തിന് വേണ്ടിയായിരുന്നു മരിക്കുന്നത്. അതുകൊണ്ട് അവർ രക്തസാക്ഷികളാകും. എന്നാൽ ഇന്ന് അതാണോ? അപ്പോൾ ഭാവിയിൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് അറിയാമായിരുന്ന യേശുവ അവസാന കാലഘട്ടത്തൊക്കെ ആയിട്ട് നമ്മളോട് പറയുന്ന കുറച്ച് വാക്കുകളുണ്ട്. അതാണ് ലൂക്ക 22:37. യേശുവ അവസാനം തൻ്റെ ശിഷ്യന്മാരോട് പറയാണ് എന്ത്? മടിശീലയുള്ളവനും പൊക്കണമുള്ളവനും അതെടുക്കണം. വാളില്ലേ നിങ്ങളുടെ കയ്യിൽ? വാളില്ലാത്തവൻ വസ്ത്രം വിറ്റ് വാൾ വാങ്ങട്ടെ. ലൂക്ക 22:37 പറയുന്നതാണ്. അപ്പോൾ ഒരു സ്ഥലത്ത് പറയുന്നു നിങ്ങൾ ഒന്നും എടുക്കണ്ടെന്ന് അല്ലേ. പിന്നെ വേറൊരു അവസാനമായപ്പോൾ ശിഷ്യന്മാരോട് പറയാണ് നിങ്ങൾ വസ്ത്രം എടുക്കണം, നിങ്ങളുടെ മടിശീല എടുക്കണം. പിന്നെ ഒരു കാര്യം പറയുന്നത് വാളില്ലാത്തവൻ വസ്ത്രം വിറ്റ് വാൾ വാങ്ങട്ടെ എന്ന്. അപ്പോൾ ശിഷ്യന്മാർ പറയുന്നുണ്ട് ഇവിടെ 2 വാളുണ്ട് കർത്താവേ. അപ്പം എന്താ പറഞ്ഞ യേശുവ? മതി, അതെടുത്തോളാൻ പറഞ്ഞു അല്ലേ. അപ്പം എന്തുകൊണ്ടാണ് അവസാന കാലഘട്ടത്തിൽ നിങ്ങൾ വാളെടുക്കുന്ന് കർത്താവ് പറഞ്ഞത്? അത് നമ്മുടെ ഇപ്പോഴത്തെ കാലഘട്ടത്തെക്കുറിച്ചാണ് പറഞ്ഞത്. വാളെടുത്തവൻ വാളാലേ എന്ന് കർത്താവ് അന്ന് പഠിപ്പിച്ചത് വാളെടുത്ത് കൊണ്ടുവരുന്നവന്, അതായത് നമ്മുടെ ശത്രു സാത്താൻ വാളെടുത്തിട്ടാണ് വരുന്നതെങ്കിൽ അവന് വാളാലെ മറുപടി കൊടുക്കണം എന്നാണ് യേശുവ പറഞ്ഞത്. പക്ഷേ എന്താക്കി അത്? ഇടയന്മാർ എന്ത് പഠിപ്പിച്ചു? വാളെടുത്തവൻ വാളാലെ ആണട്ടോ, അപ്പം അതുകൊണ്ട് ആരും വാളെടുക്കരുത്. അങ്ങനെയാണ് ഇടയന്മാർ അത് തിരിച്ചു പഠിപ്പിച്ചത്.
അപ്പോൾ മറ്റവൻ വാളെടുത്ത് അവൻ്റെ ദൈവത്തിന് വേണ്ടി നിന്റെ തലയറക്കുമ്പോൾ നീ സ്വസ്ത്രം പറഞ്ഞ് കരഞ്ഞിരിക്കും. അതാണ് ഇന്നത്തെ അവസ്ഥ. കാരണം എൻ്റെ കർത്താവ് പറഞ്ഞിരിക്കുന്നത് വാളെടുത്തവൻ വാളാലേന്നാണ്, അതുകൊണ്ട് ഞാൻ വാളെടുക്കില്ല എന്ന് വിചാരിച്ചിരിക്കുന്നവരാണ് ഏറെയും. പക്ഷെ നീ ഒന്ന് ഓർക്കുക, അന്ന് ശിഷ്യന്മാർ മരിച്ചത് രക്തസാക്ഷിയായിട്ടായിരുന്നു എങ്കിൽ ഇന്ന് അവന്മാരുടെ ദൈവത്തിന് വേണ്ടി നിന്റെ തലയിറക്കുമ്പോൾ നീ രക്തസാക്ഷിയല്ല, നീ വെറും ബലിമൃഗമാണ്, അവൻ്റെ ദൈവത്തിനുള്ള വഴിപാട്. അപ്പം ഇവിടെയാണ് പാമ്പിനെ പോലെയുള്ള വക്രബുദ്ധി കാണിക്കേണ്ടത്. അവൻ്റെ വക്രബുദ്ധി എടുത്ത് നീ പ്രയോഗിക്കണം. അവൻ തലവെട്ടാൻ വരുമ്പോൾ ധൈര്യപൂർവ്വം പറയാൻ സാധിക്കണം, നിന്റെ തള്ളാഹു ഫക്കറാണടാ, യഹോശുവ മശിഹായാണടാ ദൈവം. അല്ലെങ്കിൽ കലീമ ചൊല്ലാൻ പറയുമ്പോൾ പറയണം ലാഹിലാഹ ഇല്ലാഹ് യഹോശുവാഹ മശിഹാഹ് എന്ന് പറയണം. അതിനുള്ള ധൈര്യം അപ്പം കിട്ടുമോ? അപ്പം കിട്ടണമെങ്കിൽ ഇപ്പം പ്രാക്ടീസ് ചെയ്യണ്ടേ? തിരുവചനത്തിൻ്റെ യഥാർത്ഥമായ അർത്ഥം മനസ്സിലാക്കണം, അർത്ഥം ഗ്രഹിക്കണം. യേശുവ തെറ്റു ചെയ്താൽ ക്ഷമിക്കണം, അല്ലെങ്കിൽ ഒരു ചെകിടത്തടിച്ചാൽ മറു ചെകിട് കാണിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞത് സഹോദരനോടാണ്. അത് കറക്റ്റ് അവിടെ പറയുന്നുണ്ട്. സഹോദരൻ തെറ്റ് ചെയ്താൽ നീ ക്ഷമിക്കണമെന്ന്, അത് സഹോദരനോടാണ്. പക്ഷേ സാത്താൻ വരുമ്പോൾ, ശത്രു ആയിട്ട് സാത്താൻ വരുമ്പോഴല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ശത്രു സാത്താനായിട്ട് വരുമ്പോൾ അവനെതിരെ നിങ്ങൾ വാളെടുക്കണം. നിങ്ങൾ വിവാഹ വസ്ത്രമില്ലാതെ വിവാഹത്തിന് വന്ന ഒരു യാചകന്റെ കഥ നിങ്ങൾ കേട്ടിട്ടില്ലേ? ആ യാചകന് രാജാവ് എടുത്ത് പുറത്തോട്ട് വലിച്ചെറിഞ്ഞ കഥ. അതായത് മത്തായി 22-ാം അധ്യായത്തിലാണ് പറയുന്നത്. സ്വർഗരാജ്യം തൻ്റെ പുത്രന് വേണ്ടി കല്യാണ സദ്യ കഴിച്ച ഒരു രാജാവിന് സദൃശ്യം എന്ന് പറഞ്ഞിട്ട് യേശുവ ഒരു ഉപമ പറയാണ്. മത്തായി 22-ാം അധ്യായത്തിൽ. അതായത് ക്ഷണിച്ചവരൊന്നും വന്നില്ല കല്യാണത്തിന്. അപ്പോൾ അതായത് കുറേ പേര് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ചെന്ന് വിളിച്ചു ദാസന്മാർ. അപ്പോൾ അവർക്കൊക്കെ ജീവിതത്തിൻ്റെ പല തിരക്കുകൾ ആണ് അവിടെ കാണുന്നത്. ഒരാൾക്ക് കൃഷിപ്പണിക്ക് പോകണം, അങ്ങനെ ആ തിരക്ക് വന്നപ്പോൾ അവർ കർത്താവിൻ്റെ വഴി മറന്നു, അവർ വന്നില്ല. ചിലരെന്ത് ചെയ്തു, വിളിക്കാൻ പോയ ദാസന്മാരെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്ന കാരണം, ശല്യം കാരണം അവരെയൊക്കെ കൊന്നു കളഞ്ഞു അല്ലേ? അപ്പോൾ അവിടെ രാജാവായ കർത്താവ് എന്താ ചെയ്തത്? ആ കൊലപാതകന്മാരെ മുടിച്ച് അവരുടെ പട്ടണം ചുട്ടുകളഞ്ഞു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ പോയി ആർക്കും വേണ്ടാത്ത ദുഷ്ടന്മാരെയും യാചകന്മാരെയും വഴിയരികിലിരിക്കുന്ന സകലരെയും വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. കല്യാണത്തിന് ക്ഷണിച്ചു. അങ്ങനെ കല്യാണശാല നിറഞ്ഞു. അപ്പോൾ രാജാവ് ഈ വിരുന്നുകാരെ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങി ഇങ്ങനെ വന്ന് നടന്ന് നോക്കിയപ്പോൾ അതിലൊരുത്തൻ വിവാഹ വസ്ത്രം ധരിക്കാതെ ഇരിക്കുന്നത് കണ്ടു. അപ്പോൾ രാജാവ് ചോദിച്ചു, അല്ലയോ സഹോദരൻ തനിക്ക് വിവാഹ വസ്ത്രം തന്നിട്ട് എന്താ ധരിക്കാതിരുന്നേന്ന് ചോദിച്ചു. അപ്പോൾ അവൻ ഒന്നും മിണ്ടിയില്ല. അപ്പോൾ രാജാവ് എന്ത് ചെയ്തു? ദാസന്മാരോട് പറഞ്ഞു, അവനെ എടുത്തിട്ട് ഇരുട്ടിലേക്ക്, കൈയും കാലും കെട്ടി ഇരുട്ടിലേക്ക് തള്ളാൻ പറഞ്ഞല്ലേ? എന്നിട്ട് പറഞ്ഞു, വിളിക്കപ്പെട്ടവർ അനേകം, തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കമെന്ന്. എന്താ കർത്താവ് അങ്ങനെ ചെയ്തത്? അല്ലെങ്കിൽ എന്താ ആ രാജാവ് അങ്ങനെ ചെയ്തത് അല്ലേ? ഞാൻ ഈ കഥ ആദ്യം കേട്ടപ്പോൾ വിചാരിച്ചു, ആ യാചകന് ചിലപ്പോൾ വിവാഹ വസ്ത്രം അണിയാനുള്ള പൈസ ഉണ്ടാവില്ല, അതുകൊണ്ടായിരിക്കും പാവം, എന്നിട്ട് എന്താ രാജാവ് അങ്ങനെ ചെയ്തതെന്ന്. പക്ഷെ അതല്ല, സത്യം അതല്ല. അവിടെ പ്രവേശിക്കുന്നവർക്കെല്ലാം കൊടുക്കാനായിട്ട് വിവാഹ വസ്ത്രം അവിടെ ഉണ്ടായിരുന്നു. അപ്പം ആ വിവാഹ വസ്ത്രമൊക്കെ ധരിച്ച് നല്ലവനായി വന്നിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിന് പകരം ഇതൊന്നും കുഴപ്പമില്ല, എന്നെ വിളിച്ചു അതുകൊണ്ട് ഞാൻ വന്നു, അതൊന്നും ധരിക്കേണ്ട ആവശ്യമില്ല, എന്തെങ്കിലുമൊക്കെ തിന്നിട്ട് പോകാം എന്ന് കരുതി മടിയനായിട്ട് വന്നവനായിരുന്നു അവൻ. അപ്പം അവനെയാണ് കയ്യും കാലും കെട്ടി ഇരുട്ടിലേക്ക് വലിച്ചെറിയപ്പെട്ടത്. അപ്പം അങ്ങനെ ആയിരിക്കരുത് നമ്മുടെ യോഗം. ഇത് ദൈവരാജ്യത്തെ, സ്വർഗരാജ്യത്തെ ഉപമിച്ചുകൊണ്ട് യേശുവ പറഞ്ഞ ഉപമയാണ് അല്ലേ? അപ്പം ഇതുപോലെ ആവരുത്. നിത്യരാജ്യത്തിലേക്ക് നമ്മളൊക്കെ വിളിക്കപ്പെട്ടു എന്ന് കരുതി തിരഞ്ഞെടുക്കപ്പെട്ടവരാകണമെന്നില്ല. ഓരോ ക്രിസ്ത്യാനിയും വിചാരിക്കുന്നത് താൻ നിത്യരാജ്യത്തിലേക്ക് കിടക്കുമെന്നാണ്. അപ്പോൾ വിശ്വാസം മാത്രം മുറുകെ പിടിച്ചത് കൊണ്ട് കാര്യമില്ല. കൽപ്പന അനുസരിച്ച് ജീവിക്കണം. രാജാവ് കൊടുത്ത ആ വസ്ത്രം ഇടാനുള്ള വിനയം കാണിക്കണം. അതിനാലാണ് കർത്താവ് നമ്മോട് പറഞ്ഞത് എന്ത്? 1 തെസ്സലോനിക്ക 5:5 പറയാണ്, നിങ്ങൾ വെളിച്ചത്തിൻ്റെ മക്കളും പകലിൻ്റെ മക്കളും ആകണം, അല്ലാതെ രാത്രിയുടെയും ഇരുളിൻ്റെയും മക്കളാകരുത്. അപ്പം അതിനെന്താണ് ട്രിക്ക്?
അതിൽ നാം ഉറങ്ങാതെ ഉണർന്ന് സുബോധമുള്ളവരായിരിക്കണം അല്ലേ. രാത്രിക്കുള്ളവൻ രാത്രിയിൽ ഉറങ്ങുന്നു, രാത്രിയിൽ മദ്യപിക്കുന്നു അല്ലേ. എന്നാൽ നാം പകലിൻ്റെ മക്കളായതുകൊണ്ട് വിശ്വാസവും സ്നേഹവും എന്ന കവചം, ശിരോസ്ത്രമായി രക്ഷയുടെ പ്രത്യാശയും ധരിച്ചുകൊണ്ട് നമ്മൾ സുബോധമുള്ളവരായിരിക്കണം. അന്യോന്യം പ്രബോധിപ്പിച്ചുകൊണ്ടും നമ്മിൽ ആത്മീയ വർധനവ് നടത്തിക്കൊണ്ട് നമ്മൾ തന്നെ ചെയ്യണത്. നമ്മുടെ ആത്മാവിനെ രക്ഷിക്കാൻ ഒരു പുരോഹിതനോ അല്ലെങ്കിൽ ഒരു പാസ്റ്ററിനോ കൊണ്ടു കൊടുത്തിട്ട് കാര്യമില്ല. നമ്മുടെ ആത്മാവിനെ രക്ഷിക്കാൻ നമുക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ആത്മീക വർധനവ് നമ്മൾ തന്നെ വരുത്തി വേണം സഞ്ചരിക്കാൻ. വെളിച്ചത്തിൻ്റെ മക്കളായ നമ്മൾ പെട്ടെന്ന് സാത്താൻ കൊല്ലില്ല. അതെന്തുകൊണ്ടാ? അവനറിയാം പെട്ടെന്ന് സാത്താൻ ഓടി വന്ന് തലവെട്ടിയോ അല്ലെങ്കിൽ അങ്ങനെ കൊന്നാല് ജിൽജിലാന്ന സ്വർഗത്തിൽ പോകും നമ്മൾ. കാരണം എന്താ? നമ്മൾ ദൈവത്തിന് വേണ്ടിയിട്ടാണല്ലോ മരിക്കുന്നത്. പക്ഷേ അവൻ അത് ചെയ്യില്ല ഒരിക്കലും. ഈ വിശ്വാസത്തിലേക്ക് വന്ന മക്കളെ, ദൈവത്തിൻ്റെ മക്കളെ ഒരിക്കലും സാത്താൻ ഓടി വന്ന് അല്ലെങ്കിൽ പെട്ടെന്ന് കൊല്ലില്ല. അവൻ എന്താ ആദ്യം ചെയ്യുക? അവൻ നമ്മുടെ വിശ്വാസത്തെ വീഴ്ത്താൻ ശ്രമിച്ചു കൊണ്ടിരിക്കും. ഒരു വിറക് തീയിൽ കൂടി കടത്തി വിട്ടാൽ കരി കിട്ടൂലേ. പക്ഷേ ഒരു സ്വർണത്തെയാണ് തീയിൽ കൂടെ കടത്തി വിട്ടാലോ അത് കൂടുതൽ തിളങ്ങും. അപ്പം ഇങ്ങനെ സ്വർണം പോലെ ആകണം നമ്മൾ. എന്നെ വിടുവിച്ചാലും ഇല്ലെങ്കിലും നന്ദിയപ്പാ, എന്ത് കഷ്ടകാലം വന്നാലും നന്ദിയപ്പാ, തോതാ ആബാ എന്ന് പറയാൻ സാധിക്കണം നമുക്ക്. അവസാനം വരെ പിടിച്ചു നിന്നിട്ട് ലാസ്റ്റ് നിങ്ങൾ ആ തെറ്റിപ്പോകുന്ന നിമിഷത്തിലായിരിക്കും ചിലപ്പോൾ ദൈവം രക്ഷയായിട്ട് കൊണ്ടുവരാം. അവസാനം വരെ പിടിച്ചു നിന്നു. ഓരോരുത്തർ വന്ന് പറയും നീ ഇങ്ങനെ ചെയ്യ് ഇതുകൊണ്ടാണ് നിനക്ക് കഷ്ടം. അപ്പം അവസാനം വരെ നമ്മൾ പിടിച്ചു നിന്നു. ലാസ്റ്റ് നമ്മൾ പതറിപ്പോയിട്ട് നമ്മൾ അവർ പറഞ്ഞതുപോലെ ചെയ്യുന്ന ആ നിമിഷമായിരിക്കും ചിലപ്പോൾ കർത്താവ് രക്ഷയും കൊണ്ടുവരുന്നത്. അതുകൊണ്ടാണ് കർത്താവ് നമ്മളോട് പറയുന്നത് എല്ലാത്തിനും ഒരു സമയമുണ്ട്. എല്ലാത്തിനും ഒരു സമയമുണ്ട് ദാസ എന്ന് മോഹൻലാൽ പറയുന്നതിനേക്കാൾ മുൻപ് നമ്മുടെ ബൈബിളിൽ അതുണ്ട്. സഭാപ്രസംഗി 3:1 വായിച്ചു നോക്കിയേ. എല്ലാറ്റിനും ഒരു സമയമുണ്ട്, ആകാശത്തിന് കീഴിലുള്ള സകല കാര്യത്തിനും ഒരു കാലമുണ്ട്. ദൈവം മനുഷ്യർക്ക് കഷ്ടപ്പെടാനും ഒരു അവസരം അല്ലെങ്കിൽ ഒരു കാലം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സമയം വരുന്ന വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ക്ഷമിച്ചിരിക്കുന്നവർക്ക് കർത്താവിൻ്റെ അത്ഭുതം കാണാൻ സാധിച്ചിട്ടുള്ളൂ. ബൈബിൾ മൊത്തം വായിച്ചാൽ നമുക്ക് അങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കാം. ഇരുട്ടിൻ്റെ മക്കള് പാമ്പുകളായതുകൊണ്ട് വക്രബുദ്ധി കൂടുതലായിരിക്കും അവർക്ക്. അതുകൊണ്ടാണ് ലൂക്ക 16:8 എന്താ പറയുന്നത്? വെളിച്ചത്തിൻ്റെ മക്കളെക്കാൾ ഈ ലോകത്തിൻ്റെ മക്കൾ തങ്ങളുടെ തലമുറയിൽ ബുദ്ധിയേറിയവരല്ലോ എന്ന്. യേശുവയുടെ വാക്കുകളത്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? വെളിച്ചത്തിൻ്റെ മക്കള് നമുക്ക് അത്ര വലിയ ബുദ്ധിയൊന്നുമില്ല. മറ്റുള്ളവർ മണ്ടന്മാരെന്ന് വിളിക്കുന്നതായിരിക്കില്ല. തള്ളിക്കളഞ്ഞ കല്ലാണ് മൂലക്കല്ലാവാം. അപ്പോൾ വെളിച്ചത്തിൻ്റെ മക്കൾ ഇരുട്ടിൻ്റെ മക്കളെക്കാളും ബുദ്ധി കുറഞ്ഞവരാണ്. എങ്കിലും അവരെന്ത് ചെയ്യണമെന്ന് കർത്താവ് പറയണേ? പിശാചിൻ്റെ തന്ത്രം മനസ്സിലാക്കി പാമ്പിൻ്റെ ബുദ്ധി കാണിച്ച് അവൻ്റെ തലക്കടിക്കണം കർത്താവ് നമ്മളോട് പറയണേ. 1 തെസ്സലോനിക്ക 5:3 വായിച്ചു നോക്കുകയാണെങ്കിൽ, സമാധാനമെന്നും നിർഭയമെന്നും പറയുമ്പോൾ ഗർഭിണിക്ക് പ്രസവവേദന വരും പോലെ അവർക്ക് പെട്ടെന്ന് നാശം ഭവിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ അന്ത്യകാലം അടുത്തു, നമ്മുടെ രാജാവ് വരാറായി. നമുക്കത് പ്രശ്നമില്ല അല്ലേ? നമുക്കത് കേൾക്കുമ്പോൾ സന്തോഷമുള്ളൂ, നമ്മുടെ അപ്പൻ വരാൻ പോകുന്നെന്ന് അറിയുമ്പോൾ. പക്ഷെ എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല. അപ്പോൾ പെട്ടെന്നായിരിക്കും അത് സംഭവിക്കുക. അപ്പോൾ സ്വസ്ത്രം പറഞ്ഞ് സൂത്രത്തിൽ സ്വർഗത്തിൽ പോകാൻ കാത്തിരിക്കുന്നവരെ, ആ സമയത്തൊന്നും നിങ്ങളുടെ ഒരു അടവും ദൈവത്തിൻ്റെ അടുത്തെടുക്കാൻ പറ്റില്ല. പൗലോസ്ലീഹ എന്താ പറഞ്ഞിരിക്കുന്നത്? നിയമാനുസൃതം മത്സരിക്കാത്ത ഒരു കായിക അഭ്യാസിക്കും കിരീടം കിട്ടുകയില്ല എന്നാണ്. പോസ്റ്റിൽ മത്സരം തുടങ്ങുന്നതിന് ഒപ്പാട് ഒരുപാട് ഗോളടിച്ച് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവാം അല്ലേ? പക്ഷെ അതിനൊന്നും ഒരു ഫലമില്ല. നിയമപ്രകാരം മത്സരം സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ ഗോളടിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കിരീടം കിട്ടുള്ളൂ, പ്രൈസ് കിട്ടുള്ളൂ. ഇനി ആ മത്സരം കഴിഞ്ഞിട്ടും നിങ്ങൾ ഗോളടിച്ചിട്ട് കാര്യമില്ല. അപ്പം കർത്താവ് വരുന്ന ആ നിമിഷം അത് നമ്മൾ മനസ്സിലാക്കണം. എന്നാലാണ് നമ്മൾക്ക് ഗോളടിക്കാൻ റെഡിയാവാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ വിളക്കിൽ എണ്ണ കരുതാൻ പറ്റുള്ളൂ. അപ്പോൾ അത് നമ്മൾ അറിയണം. മത്തായി 24:32, ലൂക്ക 28:30 നമ്മൾ വായിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ ശിഷ്യന്മാർ ചോദിക്കുകയാണ് എപ്പോഴാണ് ലോകം അവസാനിക്കാമെന്ന് യേശുവായോട് ചോദിച്ചപ്പോൾ അവിടെ യേശുവ കുറച്ച് ക്ലൂ കൊടുക്കുന്നുണ്ട്.
അത്തിമരത്തിൽ നിന്ന് പഠിക്കുവിൻ. അതിൻ്റെ കൊമ്പുകൾ ഇളതാകുകയും തളിർക്കുകയും ചെയ്യുമ്പോൾ വേനൽക്കാലം അടുത്തിരിക്കുന്നു. അപ്പം ഇതുപോലെയാണ് ലോകാവസാനം കടന്നു വരുന്നതെന്ന് യേശുവ ശിഷ്യന്മാരെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പം അത്തിമരം എന്ന് ഈ ബൈബിളിൽ മൊത്തം അത്തിമരത്തെ സൂചിപ്പിക്കുന്നത് ഇസ്രായേൽ എന്നാണ്. അത് ഞാൻ മുൻപ് പല വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ. അപ്പോൾ അത്തിമരം തളിർക്കുമ്പോൾ എന്നാണ്. അപ്പോൾ അത്തിമരം ഇസ്രായേൽ ആണെങ്കിൽ ഇസ്രായേൽ തളിർത്തത് എപ്പോഴാണ്? 1948 അവരുടെ രാഷ്ട്രം രൂപീകൃതമായത്. അപ്പോൾ എന്നിട്ട് കർത്താവ് പറയാണ് ഇതെല്ലാം സംഭവിക്കുന്നത് വരെ ഈ തലമുറ കടന്നു പോകയില്ല എന്ന്. 1948 രാഷ്ട്രം രൂപീകരിച്ചു. ഇനി ലോകം അവസാനിക്കുന്നത് വരെ ഈ തലമുറ കടന്നു പോവുകയില്ല എന്നാണ് പറയുന്നത്. ഇനിയുമുണ്ട്. സങ്കീർത്തനം 90:10 വായിക്കുകയാണെങ്കിൽ അവിടെ പറയുന്നുണ്ട് അവരുടെ ആയുഷ്കാലം അല്ലെങ്കിൽ ഞങ്ങളുടെ ആയുഷ്കാലം 70-80 വർഷമാണ്, ഞങ്ങൾ പെട്ടെന്ന് കടന്നു പോകുമെന്നും അവിടെ ഇസ്രായേൽക്കാരെ പറ്റി പറയുന്നുണ്ട്. അപ്പം അങ്ങനെ കണക്ക് കൂട്ടാണെങ്കിൽ 1948 മുതൽ 70-80 വർഷമൊക്കെ കഴിയുമ്പോഴേക്കും നമ്മൾക്ക് നമ്മുടെ രാജാവ് വരാറായി എന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ആ ദിവസത്തെയും ആ മണിക്കൂറിനെയും മാത്രമേ പിതാവിന് അറിയുള്ളൂ. പിതാവിനെ അറിയാം എന്നാ പറയുന്നത്. ആ ദിവസത്തെയും മണിക്കൂറിനെയും കുറിച്ച് പിതാവിന് മാത്രമേ അറിയൂ എന്നാണ് യേശുവ പറയുന്നത്. പക്ഷെ നമുക്ക് ദൈവം തന്നിരിക്കുന്ന ആ ക്ലൂകൾ വെച്ചിട്ട് ഈ അടയാളങ്ങൾ മനസ്സിലാക്കിയാൽ നമ്മുടെ വിളക്കിൽ എണ്ണ കരുതാൻ സാധിക്കും. 10 കന്യകമാര് ഒരുങ്ങി നിന്നല്ലേ. പക്ഷേ അവർ വിളിക്കപ്പെട്ടവരാണെങ്കിലും 5 പേര് തിരഞ്ഞെടുക്കപ്പെട്ടവർ ഉണ്ടായുള്ളൂ. ആ സമയത്ത് വിളക്കിലെ എണ്ണ കരുതാനായിട്ട് ഈ 5 ബുദ്ധിമതിയായ കന്യകമാർക്കേ പറ്റിയുള്ളൂ. അപ്പം എണ്ണ കരുതണമെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കണം നമ്മുടെ രാജാവ്, നമ്മുടെ മണവാളൻ, നമ്മുടെ അപ്പൻ എപ്പോഴാണ് വരുന്നതെന്ന്. അപ്പോൾ ഈ കർത്താവ് പറഞ്ഞ ക്ലൂകളെല്ലാം നമുക്ക് മനസ്സിലാക്കണം നമ്മൾ. അല്ലാണ്ട് ഇത് മണ്ടത്തരമാണ്, ശുദ്ധ മണ്ടത്തരമാണ് നീ പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് അവിടെ ഇരിക്കുകയുള്ളൂ. ഇനി റോമർക്കെഴുതിയ ലേഖനം 1:26 പറയുന്നുണ്ട്. അവസാന കാലഘട്ടത്തെക്കുറിച്ചുള്ള ക്ലൂകളാണ് പറയുന്നത്. മനുഷ്യന് നിന്ദ്യമായ വികാരങ്ങൾക്ക് ഞാൻ വിട്ടുകൊടുക്കുന്ന ഒരു അവസരമാണ് ആ സമയത്ത്. അതായത് സവർഗാനുരാഗം. അധികാരികൾ തന്നെ അതിന് അനുമതി കൊടുക്കുന്ന ഒരു അവസ്ഥയാണ് അവസാനത്തെ അവസ്ഥ എന്ന് പറയുന്നത്. അതല്ലേ ഇപ്പം നടക്കുന്നത്. എന്താ പറയുക, യൂറോപ്യൻ കൺട്രീസിലെല്ലാം ഒരിക്കലും മക്കളുണ്ടാകുന്നില്ല. അതുകൊണ്ടല്ലേ ഈ മുസ്ലിം അധിനിവേശക്കാർ അവിടെ പോയിട്ട് അവർ പെറ്റുപെരുകി ഒരുപാട് മക്കളെ ഉണ്ടാക്കുക. കാരണം എന്താ, അവിടെയുള്ള ജനങ്ങൾ മിക്കതും മൃഗഭോഗികളോ സവർഗാനുരാഗികളോ ആയിരിക്കും. അപ്പം അവർക്ക് മക്കളുണ്ടാവണമെന്നൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്. മാത്രമല്ല അധികാരികൾ അനുമതി കൊടുക്കുമെന്നാണ് പറയുന്നത്. മുൻപത്തെ ഫ്രാൻസിസ് മാർപ്പാപ്പ അനുമതി കൊടുത്തില്ലേ? ആണിനെയും പെണ്ണിനെയും കല്യാണം കഴിക്കാനുള്ള അനുമതി കൊടുത്തില്ലേ? എന്ന് വേണ്ട, ഇന്ന് പല കൺട്രീസിലും ഗവൺമെൻറ് അനുമതി കൊടുത്തില്ലേ? ഇപ്പോൾ നടക്കുന്നത് എന്താണ്? അത് അയ്യേ മോശം എന്ന് പറഞ്ഞിരുന്ന ഒരു കാര്യമായിട്ടാണ് നമ്മൾ എടുത്തിരുന്നത്. പക്ഷെ ഇന്ന് അങ്ങനെയുള്ളവരെ കൊണ്ടാണ് കൂടുതൽ എന്താ പറയുക ഉദ്ഘാടന ചടങ്ങുകൾ നടത്തുന്നത്. അവർക്കൊക്കെ ഭയങ്കര ഇപ്പോൾ ഫിലിം സ്റ്റാർ പോലെയാണ് അവരെയൊക്കെ കണക്കാക്കുന്നത്. അഭിമാനപൂർവ്വമാണ് അവരുടെ കൂടെ നിന്ന് സെൽഫി എടുക്കുന്നത്. അതൊന്നും തെറ്റല്ല. സിനിമയിൽ കൂടെയൊക്കെ അങ്ങനെയാണ് കാണിച്ചു തരുന്നത്. അതൊന്നും തെറ്റല്ല. എന്തോ വലിയ ഒരു കാര്യമാണ് ആണിനെ കല്യാണം കഴിക്കണതും പെണ്ണിനെ കല്യാണം കഴിക്കണതും എന്നൊക്കെ. അപ്പം ഇത്രയും കാലം എന്താ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ലേ? അങ്ങനത്തെ ഫീലിങ്സ് ഒന്നും ഉണ്ടായിരുന്നില്ലേ ആർക്കും? ഇപ്പോഴാണ് അങ്ങനത്തെ ഫീലിങ്സ് ഒക്കെ വന്നത്. അതാ പറഞ്ഞത്, സാത്താൻ നടമാടിക്കൊണ്ടിരിക്കുകയാണ് അവസാന കാലഘട്ടമായി. ഇതൊക്കെ ബൈബിളിൽ ഈ 2000-4000 വർഷങ്ങൾക്ക് മുമ്പൊക്കെ എഴുതി വെച്ചേക്കുന്ന കാര്യങ്ങളാണിത്. ബൈബിളിൽ എഴുതി വെച്ചേക്കണ അവസാന കാലഘട്ടത്തിൽ ഇങ്ങനെ വരുന്ന അതാണ് ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ പറയാണ് അവർ സൃഷ്ടാവിനേക്കാൾ ഉപരി സൃഷ്ടികളെ ആരാധിക്കുന്ന കാലഘട്ടമായിരിക്കുന്നത്. അതല്ലേ ഇപ്പം നടക്കണേ. ആരാണ് സൃഷ്ടാവിനെ ഓർക്കുന്നത്? ആരും സൃഷ്ടാവിനെ ഓർക്കുന്നില്ല. പകരം സൃഷ്ടികളെയാണെന്ന് ദൈവങ്ങളാണെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. കർത്താവിനെ നീ അവൻ എന്നൊക്കെ വിളിക്കൂലേ. പക്ഷേ ഇടയന്മാരെയോ അല്ലെങ്കിൽ വലിയ മന്ത്രിമാർ അങ്ങനെയുള്ളവർക്ക് അദ്ദേഹം അവിടുന്ന് അല്ലേ, അങ്ങനെയല്ലേ പ്രൊനൗൺസ് ചെയ്യാം നമ്മളൊക്കെ. പക്ഷെ ദൈവത്തെ കയറി നീ അവൻ എന്നൊക്കെ വിളിക്കൂലേ. അപ്പം അങ്ങനെ സൃഷ്ടാവിനേക്കാൾ ഉപരി സൃഷ്ടികളെ ബഹുമാനിക്കുന്നു, പ്രതിമകളെ ഒക്കെ ബഹുമാനിച്ച് അവരെയൊക്കെ ആരാധിക്കുന്ന കാലഘട്ടമാണ് വന്നിരിക്കുന്നത്. പിന്നെ 2 തെസ്സലോനിക്കർ 2:4 പറയുന്നുണ്ട്, താൻ ദൈവമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ആലയത്തിൽ സാത്താൻ സ്ഥാനം പിടിക്കും. ഇത് പണ്ടേ സ്ഥാനം പിടിച്ചു കഴിഞ്ഞു. ഞാൻ നിങ്ങളോട് എപ്പോഴും പറയാം, ജെറുസലേം ദേവാലയത്തിൽ ഇന്ന് കയറിയിരുന്ന്
അവിടെ ആരാണ് ലാഹിലാഹ ഇല്ലല്ലാ കോപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ചിഹ്നം വിളിച്ചുകൊണ്ടിരിക്കുന്നത് അറിയാമല്ലോ നമുക്ക്. അപ്പോൾ ആ ജെറുസലേം ദേവാലയത്തിൻ്റെ പവിത്രതയൊക്കെ കളഞ്ഞ് ഇന്ന് അവിടെ ഇരുന്ന് കൂകി വിളിക്കുന്നത് സാത്താനാണ്. മർക്കോസ് 13:4 വിനാശത്തിൻ്റെ അശുദ്ധ ലക്ഷണം വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്നത് കാണുമ്പോൾ ലോകം അവസാനമായി എന്ന് നിങ്ങൾ വിചാരിച്ചോളാനാണ് പറയുന്നത്. അതാണ് പറയുന്നത് വിനാശത്തിൻ്റെ അശുദ്ധ ലക്ഷണം. വിനാശ ആരാണ്? അത് സാത്താനാണ്. അത് വിശുദ്ധ സ്ഥലത്തിരിക്കുമ്പോൾ, വിശുദ്ധ സ്ഥലത്ത് അതായത് ജെറുസലേം ദേവാലയത്തിൽ ഇരുന്ന് ഭരിക്കുന്ന അല്ലാഹുവിനെ പറയണതാണ്. ഇതൊക്കെ മുൻപേ സംഭവിച്ചു കഴിഞ്ഞു, വർഷങ്ങൾക്ക് മുൻപേ സംഭവിച്ചു കഴിഞ്ഞു. അപ്പോൾ ഭൂവാസികൾ മുഴുവനും പെട്ടെന്ന് പൂർണ്ണമായും ഉന്മൂലനം ചെയ്യും. അപ്പോൾ പെട്ടെന്ന് സംഭവിക്കുകയാണ് ചെയ്യുക. അപ്പോൾ നമ്മൾ എന്ത് വേണം? യേശു ആ ഒലിവ് മലയിൽ കാല് ചവിട്ടുമ്പോൾ മല രണ്ടായിട്ട് പിളരും. അപ്പോൾ ആ ഫസ്റ്റ് തന്നെ കക്കൂസ്യം പൊളിഞ്ഞു പോകും. അവിടെ ജെറുസലേം ദേവാലയത്തിൽ ഇപ്പോൾ കൂകി വിളിക്കുന്ന അല്ലാഹുവും ഒക്കെ നശിച്ചു പോകും അതോടുകൂടി. പക്ഷേ നമുക്ക് അറിയാൻ സാധിക്കണം ആ ടൈം എപ്പോഴാണ്. വെളിപാട് 13:18 പറയാണ് എല്ലാം 666 666 വന്നു നിൽക്കുന്ന സമയമാണ് ഇന്ന്. അതുകൊണ്ട് എല്ലാവരും റെഡി ആയിരിക്കണം. ഏത് നിമിഷം വേണമെങ്കിലും നമ്മുടെ രാജാവ് വരാം. ആ സമയത്ത് വിളക്കിൽ എണ്ണയില്ല എന്ന് കരുതി തിരിച്ചു പോകേണ്ട ഒരു അവസ്ഥ വരരുത്. വിളക്കിൽ എണ്ണയും കരുതി വേണം നമ്മുടെ അപ്പനെ നമ്മൾ കാത്തിരിക്കാൻ. ഏത് നിമിഷവും നമുക്കത് സംഭവിക്കാം. അപ്പം എല്ലാവരും റെഡി ആയിട്ടിരിക്കണം. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരെയും ഉദ്ബോധിപ്പിച്ചുകൊണ്ട് നല്ലത് പറഞ്ഞു കൊടുത്തത് കൊണ്ട് ആരും മടുത്തു പോകാതെ. കഷ്ടകാലങ്ങൾ ഉണ്ടാവും, അല്ലാണ്ട് കഷ്ടകാലം വരില്ല എന്ന് പറഞ്ഞ് പ്രവചിക്കുന്നവരൊക്കെ കള്ളപ്രവാചകന്മാരാണെന്നേ. ദൈവം പറഞ്ഞത് നിങ്ങൾ എൻ്റെ വഴിക്ക് വരികയാണെങ്കിൽ അത് കഷ്ടകാലം നിറഞ്ഞതാണ്, അത് ഇടുങ്ങിയതാണെന്നാണ് പറഞ്ഞത്. പക്ഷേ ഈ ലോകം മുഴുവൻ തരാം, നീ എൻ്റെ ഒന്ന് കുമ്പിട്ടാൽ മതി എന്ന് പറഞ്ഞത് സാത്താനാണ്. അപ്പോൾ സുഖവും സന്തോഷവും ഒക്കെ തരാം, നീ ദൈവത്തെ വിളിക്കുന്നു പറയുന്നത് സാത്താനാണ്. കഷ്ടകാലം വരുമ്പോൾ പിടിച്ചു നിൽക്കാൻ കഴിയണമെങ്കിൽ അപ്പോഴാണ് നമ്മൾ ദൈവത്തിൻ്റെ വഴിക്ക് പോകുന്നത്. അത് ഈ ചിന്ത എല്ലാവർക്കും വേണം. അപ്പോൾ എല്ലാവരും തൻ്റെ രാജാവിനെ വരവേൽക്കാനായിട്ട് റെഡി ആയിരിക്കുക, സന്തോഷമായിരിക്കുക. ആ ഒരു ആത്മീയ വെളിച്ചം ആരും നഷ്ടപ്പെടുത്താതിരിക്കുക. അപ്പോൾ എന്നെ കേട്ട എല്ലാവർക്കും തോദ റബ്ബ. ഞാൻ ഇന്ന് പഠിപ്പിക്കാൻ പോകുന്നത് ഒരു ഹീബ്രു എന്ന് പറയുന്നത് നമ്മുടെ അപ്പന് നമുക്ക് ഉമ്മ കൊടുക്കാൻ തോന്നൂല്ലേ. ഞാൻ എപ്പോഴും പറയും, നമ്മൾ വർത്താനം പറയും, നമ്മുടെ അബയുടെ അടുത്ത് എപ്പോഴും സംസാരിക്കണം. വെളുപ്പിന് 2 മണിക്ക് എന്നിട്ട് ഒരുപാട് സംസാരിക്കണം, പ്രാർത്ഥിക്കണം, സ്തുതിച്ച് പാട്ട് പാടി സ്തുതിക്കണം എന്നൊക്കെ പറയാറില്ലേ. അപ്പോൾ അബയോട് നമുക്ക് ഉമ്മ കൊടുക്കാൻ തോന്നില്ലേ, അബ ഉമ്മ എന്ന് പറയില്ലേ. അപ്പോൾ ആ ഉമ്മ കിസ്, അതിന് ഹീബ്രുവിൽ എന്താ പറയുക? നേഷിക, NESHIKA. ഇത് എഴുതിയെടുത്ത് എല്ലാവരും പഠിക്കണം, നേഷിക. അപ്പോൾ ആബ നേഷിക എന്ന് പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് ആബയ്ക്ക് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കണം. ആബയും നമ്മൾ കെട്ടിപ്പിടിച്ച് ഉമ്മ തരും. അതൊക്കെ ഭയങ്കര ഫീലിങ്സ്. അതൊക്കെ അത്രയും നമ്മൾ അപ്പൻ്റെ അടുത്ത് നമുക്ക് അടുക്കുമ്പോൾ നമുക്ക് ആ ഒരു ഫീലിങ്സ് ഒക്കെ ഉണ്ട്. എന്തെങ്കിലും സങ്കടമൊക്കെ വരുമ്പോൾ നമ്മൾ കെട്ടിപ്പിടിച്ച് നമ്മളെ ആശ്വസിപ്പിക്കുന്ന നമ്മുടെ ആബ. ആ ഒരു ലെവലിലേക്ക് എല്ലാവരും എത്തിച്ചേരണം. അപ്പോൾ ഞാൻ നിർത്താണ്. എല്ലാവർക്കും തോദ റബ്ബ, തോദ അബജി.